റിൻഷാദ് ഗെയിമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഇത് വോട്ടിൻ്റെ ബേസിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് അനീസിനെ പറഞ്ഞു വിടേണ്ടി വന്നു. എന്ത് ചെയ്യാം, വിഷമമാണ്. പക്ഷേ എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ആ തെണ്ടീനെ പുറത്താക്കാണ്ട് വേറെ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞത്, പ്രേക്ഷകർ നിങ്ങൾ വോട്ട് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോക്കാന് വേണ്ടി വോട്ട് ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തവണ കൂടി ഏതായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ക്ഷമിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ആഴ്ച എവിക്ഷൻ ഇല്ല. അനീസ് വീണ്ടും തിരിച്ചു വരുന്നു. എടുത്തു വെച്ചോളൂ. ലേട്ടാ ഞാൻ എന്റെ മാക്സിമം തരും. ഞാൻ എന്റെ മാക്സിമം തരും. മാക്സിമം നമുക്ക് താല്പര്യം. ഈ ആഴ്ച എന്റെ മാക്സിമം തരില്ല ലേട്ടാ. എന്റെ കണ്ടന്റ് ഞാൻ മാക്സിമം തരും. നിന്റെ കണ്ടന്റ് കൈ വെച്ചിരുന്നാ മതി. അപ്പൊ എന്തായിരുന്നു ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്? ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ് ചെറുക്കടിലുണ്ട് നമ്മൾ ഉപ്പില്ലാണ്ട് ഊപ്പിക്കാതെ പറഞ്ഞ അത് എഡിറ്റ് ചെയ്തോളൂ. ഇല്ല, ഇത് അൺകട്ടാണ്, അൺഫിൽറ്റേർഡ് ആണ്. ഇത് പറയുന്നത് അതുവഴി പോകും. ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു ഈ ആഴ്ച ഹൈലൈറ്റ്. എല്ലാരും സത്യം പറഞ്ഞു, ഞാൻ ശൈത്യ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്. അല്ല, എനിക്ക് അതിന്റെ ഒരു ലോജിക്കും കിട്ടിയില്ല. ശൈത്യ പോവാതെ ബിൻസി ഔട്ടായത് എങ്ങനെയാന്നുള്ളത്. സത്യം പറഞ്ഞ ബിൻസിക്കല്ലേ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മൾ ചരിച്ചിട്ട് വേണം. അതുപോലെ ബിഗ് ബോസ് അങ്ങനെയാണ് ആൾക്കാർ നമ്മളെല്ലാം ഇത് 7ന്റെ പണിയാണല്ലേ എനിക്ക് തോന്നുന്നു. ഇവര് തമ്മിലുള്ള ഡ്രാമ മിൽക്ക് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് അതൊന്ന് മാക്സിമം കണ്ടന്റ് പിടിക്കാൻ വേണ്ടിട്ട് വെച്ചേക്കും. നമ്മൾ തോന്നണ പോലെ ഒന്നും അവിടെ നടക്കണില്ല. അതാണ് വേറൊരു കാര്യം. ഇതിൽ ഒരാഴ്ചയിൽ കൂടുതൽ നമ്മൾ വിചാരിക്കണ ആരും അവിടെ ഹീറോ ആയി നിൽക്കണില്ല. ഒന്നില്ലെങ്കിൽ അത് പ്ലാൻഡ് ആയിട്ട് ഇവര് ആ ഒരു സ്ഥലത്ത് കേന്ദ്രീകൃതമായ അറ്റൻഷൻ പോവാണ്ടിരിക്കാൻ ഇവര് എപ്പിസോഡ് അങ്ങനെ ഡിസൈൻ ചെയ്യുന്നു. എല്ലാവർക്കും കൂടുതൽ ഓരോരുത്തർക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അറ്റൻഷൻ കൊടുക്കുകയാണെന്നാണ്. എഡിറ്റിൽ ആദ്യം കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഒരു അനീഷ ഒരാഴ്ച തുടക്കം തൊട്ട് അപ്പാനി ശരത്തല്ലേ, അപ്പാനി ശരത്തിന്ന് ഷിഫ്റ്റ് ആയി. ഇല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് അഭിലാഷ് വന്നപ്പോ ഭയങ്കരമായിട്ട് ഫയറായിരുന്നു. ഫയറോട് അതായത് 4 mm അപ്പുറം മുഖത്തിന്റെ അവിടെ മാറുന്നിട്ട് ആള് ചീത്ത വിളിച്ചോണ്ടിരുന്നു. അഭിലാഷ് പെട്ടെന്ന് ജിസ്റ്റ് ജോയ് പടം പോലെ ചെറിയ തോതിൽ ലിപ് ലോക്ക് അടിക്കുന്ന അത്ര എടുത്തു വന്നിട്ട് പറ്റില്ല. അഭിലാഷ് സെലാർ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി ജിസ്റ്റ് ജോയിലേക്ക് എത്തിയെന്ന്. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് എന്താ നിന്റെ പ്രശ്നം? പറ ജിസേലേ, നിന്റെ പ്രശ്നം എന്താ? ഞാൻ നിന്നോട് സംസാരിക്കണം. പുള്ളി എല്ലാവരുടെ പ്രശ്നങ്ങളിലും ചെന്നിട്ട് സംസാരിക്കുന്നു. നന്നായിട്ട് ഒരു നന്മമരായിട്ട് മുന്നോട്ട് പോകുന്നു. ധ്യാന കേന്ദ്രം പോലും ആൾക്കാരെ നന്നാക്കാൻ കൊണ്ടുവരുന്ന സ്ഥലമായി മാറുന്നു തോന്നുന്നുണ്ട് അല്ലേ? പരിവർത്തനം നല്ലൊരു ഇതാണ്. പക്ഷേ അനിമോൾ ആ ഡ്രാമ അൺഫോൾഡ് ചെയ്ത് എങ്ങനെയായിരുന്നു? അനിമോളും ശൈത്യം തമ്മിലുള്ള ശൈത്യയും ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രങ്ങൾ. അതായത് ശൈത്യം ആശ്വസിപ്പിക്കുന്നു. അല്ല, അങ്ങനെ പേരായിട്ടുണ്ടല്ലോ. ഇപ്പൊ അപ്പാനി ശരത്തും അക്ബർ ഒരു ടീമുണ്ട്. അവര് കരയില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ പ്ലാൻ ചെയ്യുന്ന അനിമോളുടെ മുദ്രാവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അനിമോൾ വന്നപ്പോ പറഞ്ഞോണ്ടിരുന്നത് ഇനി എന്ത് പറഞ്ഞാൽ എനിക്ക് സൗന്ദര്യം മാത്രം പറയരുതെന്നാണ്. ഇല്ല, ആ സൗന്ദര്യത്തിലായിരുന്നു ആദ്യം പ്രശ്നം. അനീഷ് കളിയാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ എന്റെ സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എന്നെ നീളം കുറവാന്ന് പറയാൻ പാടില്ല. എന്നിട്ട് അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് എന്നെ വേറെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നെ കള്ളിന്ന് വിളിക്കാൻ പാടില്ല. അടുത്ത ആഴ്ച അനിമോൾ എന്ത് പറയും? നമ്മുടെ പ്രഡിക്ഷനാ അടുത്ത ആഴ്ച അനിമോൾ എന്തായിരിക്കും മുദ്രാവാക്യം? എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നെ ഒറ്റപ്പെടുത്തരുന്നായിരിക്കും. എനിക്കത് പുള്ളിക്കാരിക്ക് ആ ഒരു കാർഡ് ഇറക്കാനുള്ള ഒരു സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ബാക്കി എല്ലായിടത്തും ഒറ്റപ്പെടുന്ന കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിക്കാരി നൈസിന് തേച്ചു എന്നുള്ളൊരു മോഡാണ്. പുള്ളിക്കാരി കറക്റ്റ് സീരിയൽ മെറ്റീരിയലാണ്. ഇതിനകത്തെ സീരിയലാണ് പുള്ളിക്കാരി. ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസും ഓട്ടവും സ്ലോ മോഷനൊക്കെ ഇട്ടാ പുള്ളിക്കാരി ഓടുന്നത്. കഴിഞ്ഞ കരഞ്ഞോണ്ട് ഓടിയത് ഇവർ എഡിറ്റിൽ കാണിക്കുമ്പോഴേ ഈ കണ്ണീരിങ്ങനെ ഇങ്ങനെ വന്ന് മൂക്കിനോടെ തളം കിട്ടുന്നു. അത് ഡ്രൈ ആയി കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഫോക്കസ് ഒക്കെ ചെയ്ത് കാണിക്കുന്നത് രസമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ജിസലും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് എല്ലാരും അനുമോളെ കുറ്റം പറയുന്നത് കണ്ടു. അതായത് പുള്ളിക്കാരിയെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറ്റം പറഞ്ഞില്ലല്ലോ. ആര് കുറ്റം പറഞ്ഞു? ആണ് പൊതുവെ ഒരു അങ്ങനെ സെന്റിമെന്റ്സ് ഉണ്ട്. ഇവള് ജിസലിന്റെ പുറകെ നടന്ന് മൊണ്ണകളാണ്. അങ്ങനെ അനിമോളെ കുറ്റം പറയുന്നതിനൊക്കെ മൊണ്ണകളാണ്. കാരണം അനിമോൾ അവിടെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇവളൊരു നിയമലംഘനം നടത്തുന്ന പരിപാടി പുള്ളിക്കാരി പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്.
അല്ലേ? അതിന് പുള്ളിക്കാരി കുറ്റം പറയുന്നത് എന്തിന്? പക്ഷേ അത് എന്തുകൊണ്ടാ ചെയ്തതെന്ന് ഇവന്മാർക്കെല്ലാം അറിയാം. എന്തുകൊണ്ട് കുശുമ്പാണ്. അനുമോളെയൊക്കെ പൊക്കമുള്ള, അനുമോളെയൊക്കെ സൗന്ദര്യമുള്ള, അനുമോളെയൊക്കെ സ്ട്രക്ചറുള്ള സ്ത്രീ ഇരിക്കുന്നതിന്റെ, അത് പൈസക്കാരി കാശ് കൊടുത്ത് ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയ ഒരാള് സ്വാഭാവികമായും അപ്പൊ പിന്നെ കുശുമ്പാവാലോ. ഇത് ഉള്ളതാണ് ഈ പ്രശ്നമല്ല, ഇത് ഉണ്ടാക്കിയത്. അവളിത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ, അപ്പൊ അതിന്റെ ദേഷ്യം കാണത്തില്ലേ? അവൾ എന്തുണ്ടാക്കിക്കൊണ്ടെന്ന് ജിസേലിലെല്ലാം വെച്ച് പിടിച്ച് വെച്ചേക്കുമല്ലേ. ജിസേല് പ്ലാസ്റ്റിക് സർജറികളുടെ ഒരു കൂമ്പാരമാണല്ലോ. അത് ശരിയാ. ജിസേല് മേക്കപ്പ് ചെയ്യേണ്ടിരിക്കണം എന്ന് പറയുന്നത് നല്ല ഇടി കിട്ടൂല്ലേ? അല്ല, ജിസേല് പറയുന്നത് ന്യായമുണ്ട്. ജിസേല് മേക്കപ്പ് ചെയ്യണം എന്ന് പറയുന്നതിൽ ന്യായമുണ്ട്. ജിസേൽ മേക്കപ്പ് ചെയ്യണം. ജിസേല് 4 ദിവസം മേക്കപ്പ് പറയും. ഒരാളെ കാണാതായി വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയാ, ഒരു നീഡാണ്. രാവിലെ പല്ല് തേക്കുന്ന പോലെ ഉള്ളൊരു നീഡാണ് മേക്കപ്പ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്കാരുടെ കോൺഫിഡൻസിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സാധനം കൂടി ആയിരിക്കും. ജിസേലിന്റെ പഴയ ലുക്സിലുള്ള വീഡിയോസ് ഒക്കെ ആൾക്കാർ പഴയത് വെട്ടി തട്ടി പൊടി വെട്ടി പുറത്തിറക്കുന്നുണ്ടല്ലോ. പുള്ളിക്കാരി ഈ ലുക്കേ അല്ല, മൊത്തത്തിൽ വേറെ ആളാണ്. വേറെ ആളാണ്. അതുകൊണ്ട് മുഖത്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അതൊക്കെ ഷാനവാസിക്ക ദ വെരി വെൽ മെച്ചുവേർഡ് ഓൾഡ് മെൻഷൻ. പുള്ളി അവിടെ നിന്ന് ആദിൽ അനുമോറയുടെ സെക്ഷുവാലിറ്റിയിൽ നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിങ്ങൾ കല്യാണം കഴിച്ച കുട്ടികളാണെന്നൊക്കെ പുള്ളി ഓപ്പണായിട്ട് പറയും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പുരോഗമനം പറയുന്ന ഒരു കൂട്ടം ഓഫ് ആൾക്കാരുടെ പുള്ളി വളരെ ഓപ്പൺ ആൻഡ് ബ്രൂട്ടലായിട്ട് പറയും. എന്റെ ജിസയിൽ ഇങ്ങനെ ഒന്നും ഡ്രസ് ഇട്ടില്ല, ഇത് മലയാളികൾ കാണുന്ന ഷോ ആണെന്ന്. ഈ അകത്ത് ഈ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് പുള്ളി പറഞ്ഞത്. അതല്ലാതെ അവരോട് പേഴ്സണലായിട്ട് പറയാറുണ്ടെന്നേ. പുള്ളി ആദിൽ അനുമോറയോട് പറയും, നിങ്ങൾ കുട്ടികളാ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണ്ടേ, നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ച് എങ്ങനെ അനുമോള് വന്നിരുന്ന് ചോദിച്ചില്ല രണ്ടുപേരുടെ എങ്ങനെയാ. അപ്പൊ അതെ ഇങ്ങനെയാവുമ്പോളേ എനിക്ക് എന്റെ സംശയം കൊണ്ട് ചോദിക്കാറുണ്ടോ, അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ ചോദിക്കും. അനുമോൾക്കത് എക്സ്പ്ലിസിറ്റ്ലി ചോദിക്കാൻ പറ്റും കാര്യങ്ങളാണല്ലോ. സംഭവം ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ ഫിക്സ് ചെയ്യുന്നതിലാണ് ഇപ്പം ബിഗ് ബോസിന്റെ വ്യതിരിക്തത ഇരിക്കുന്നത്. എന്തിരിക്കുന്നത്? വ്യതിരിക്തത. ആ പല ടൈപ്പ് ഓഫ് ആൾക്കാരെ നിറച്ചിട്ട് വ്യതിരിക്തത. തിരിച്ചെടുക്കുന്നു. സംഭവം നീ പറഞ്ഞ പോലെ ശൈത്യത്തിന് നിൽക്കുന്നെന്ന് ചോദിച്ചാ, ശൈത്യ എന്തിനു നിൽക്കുന്നെന്ന് ചോദിച്ചാ, കഴിഞ്ഞ ആഴ്ചത്തെ അനുമോൾ ശൈത്യ കെമിസ്ട്രി റിവേഴ്സ് ചെയ്യുന്നത് ഈ ആഴ്ച കാണിക്കുമ്പോ ഒരു രസമുണ്ടല്ലോ. ശൈത്യ പോയ നടക്കുവോ? അത് പറയുന്ന എല്ലാ തല്ലിപ്പൊളിത്തരം അവര് പറയുന്നതിലും ഈ പുള്ളിക്കാരി ഉണ്ട് അല്ലേ? എന്നിട്ട് നൈസിന് പുള്ളിക്കാരി പറയുന്നത്, ഞാനിതൊക്കെ എന്റെ ശരിച്ചി ഞാനിതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, പകുതി സമയം എന്റെ മുഖം കണ്ടാ ക്യാമറ കണ്ട് നിങ്ങളാണല്ലോ, ഞാൻ വേറെ എവിടെ നോക്കിയിരിക്കും, ഞാൻ കേൾക്കുന്നില്ല ഇത്. ഈശ്വര, അനുമോളെന്ത് കഷ്ടപ്പെട്ട് പറഞ്ഞാനൊക്കെ ഒറ്റയടിക്ക് ശൈത്യമോളത് തകർത്ത് കളഞ്ഞു. ശൈത്യമോളനെ എന്തോ കാര്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാര്യമില്ല, പുള്ളിക്കാരി ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ എല്ലാം കേട്ടതേ ഉള്ളൂ, പലതും ഞാൻ കേൾക്കുന്നില്ല, ഞാൻ വേറെ എവിടെ എന്റെ മുഖം കണ്ടറിയാം. പുള്ളിക്കാരി അത് പിടിച്ചെടുത്തു വീഡിയോ കാണിച്ചപ്പോ. എനിക്ക് റിയൽ ലൈഫിന്റെ ഈ ഒരു ആസ്പെക്ട് എനിക്ക് ഇഷ്ടമാണ്. ചിലര് നമ്മൾ നേരിട്ട് സംസാരിക്കും, നമ്മൾ ലൈഫിൽ ക്യാമറ വെച്ചിട്ടില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് ഒരു ആർഗ്യുമെന്റ് പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അവിടെ നമുക്കൊന്നും പറയാനില്ല. അത് പക്ഷേ ഈ ക്യാമറ ഇരിക്കുന്നുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവര് മറന്നു പോകും തോന്നി പറഞ്ഞതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മളായിരിക്കും ഇനി പറഞ്ഞിട്ടില്ലേ, അത് ഗ്യാസ് ലൈറ്റിംഗ് പരിപാടി. പിന്നെ അത് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുന്നതിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ജിസൽ ആസ് എ കണ്ടസ്റ്റന്റ് എനിക്ക് പുള്ളിക്കാരി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് കളിച്ചതിൽ ഒരാൾ ജിസലാണ്. എല്ലാ ഫിസിക്കലി പുള്ളിക്കാരി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആൻഡ് എന്താ പറയാ, ആൾക്കാരെ ഇങ്ങോട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ ബോസ് ചെയ്ത് അടിച്ചിരിക്കുകയും അല്ലേ? പിന്നെ എന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കുന്നുണ്ട്. അത്രയും പേര് പുള്ളിക്കാരി വോട്ട് ചെയ്തു. ഫേവറേറ്റ്സ് ആൾക്കാരെ സജസ്റ്റ് ചെയ്യാൻ ജിസയില് അനീഷിനെ തോപ്പിച്ച 6 പേരുടെ വോട്ട് വാങ്ങിച്ചു. അതാണ് അനീഷൻ കളം മാറ്റി ചവിട്ടി. അനീഷിനെ ആൾക്കാർ നിങ്ങളുടെ ഫേവറേറ്റ്സിനെ വോട്ട് ചെയ്യാൻ പറഞ്ഞു. ഫേവറേറ്റ്സിനെ വോട്ട് ചെയ്തപ്പോൾ ആൾക്കാർ വോട്ട് ചെയ്ത കൂട്ടത്തിൽ ജിസയിലിന് 6 വോട്ട്, അനീഷിന് 4 വോട്ട്. അനീഷ് ഒന്ന് മൈൽഡായപ്പോ ആൾക്കാർക്ക്, കാരണം പുള്ളി പറയുന്നത്, പുള്ളി അവര് തമ്മിലുള്ള ആ വഴക്കിന്റെ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും ബിഗ് ബോസ് കാണിക്കാത്ത കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവുമല്ലോ. ഇത് അപ്പൊ അയാൾ ആ സമയത്ത് പാവമായിരിക്കല്ലേ, അയാള് ജെനുവിൻ ആണെന്ന് ഇവർക്ക് തോന്നുന്നത്. പുള്ളി പറയുന്നത് പുള്ളിയാ ജെനുവിൻ എന്നാണ് പറയുന്നത്, ബാക്കി എല്ലാവരും ഫേക്ക് ആണെന്ന്. എന്നിട്ടും ആൾക്കാർ പുള്ളി ജെനുവിൻ സമ്മതിച്ചു.
പുള്ളിക്ക് അത് കാണിക്കേണ്ട കാര്യമില്ല. പുള്ളി വന്ന പാടെ പുള്ളി അങ്ങനെ നോക്കുമ്പോൾ നല്ല ഗെയിമറാണ് അല്ലേ? പുള്ളി ഷാനവാസ് തമ്മില് നല്ല മുട്ടൻ അടി നടക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അവര് തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ട്. ഭയങ്കര രസമാണ് അത് കാണാൻ. ഇവളുടെ കേപ്പ് കുത്താൻ വേണ്ടി അനീഷ് വിളിച്ച ഷാനവാസ്, ഷാനവാസ് തിരിച്ചോണ്ട് അടുത്തുനിന്ന് കേപ്പ് കുത്തി കൊടുക്കുന്നു. അതിന് തൊട്ട് മുന്നേ അനീഷ് ഇങ്ങനെ കേൾക്കും. ഷാനവാസ് അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറയാ, ആ സ്കീമായിരിക്കല്ലേ. നീ ഇവിടെങ്ങാനും അല്ലായിരുന്നെങ്കിൽ നിന്റെ കയ്യും കാലും കാണത്തില്ലായിരുന്നു ഇവിടെ കേട്ടോ, അനീഷ് പറഞ്ഞു. നീ ഇവിടെങ്ങാനും അല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ നിന്റെ കയ്യും കാലും കാണത്തില്ലായിരുന്നു. പക്ഷെ ആരോ അതിന്റെ ഇടയ്ക്ക് അനീഷിന്റെ അച്ഛനെ വിളിച്ചായിരുന്നു. തന്തെടുത്ത് പറയാൻ പറഞ്ഞു. ശരിയാണ്, അത് പക്ഷെ മോശമായി. മോശമാണ്, വളരെ മോശമാണ്. പക്ഷെ ലാലേട്ടൻ തെറിയെ വലിയ കാര്യമായിട്ടൊന്നും വിമർശിച്ചൊന്നുമില്ല, മോശമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ ബീപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ. കാരണം അക്ബർ എന്താണ് ഒനീലിനെ വിളിച്ചാൽ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ശരിക്കും നീ എവിക്ഷനകത്ത് ബിൻസി പോയ, അതായത് ഒനീലും ശരിക്കും തിരിച്ചു വന്നല്ലോ, അപ്പോഴാണ് ഈ എവിക്ഷൻ അനൗൺസ് ചെയ്യുന്നത്. എവിക്ഷൻ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം, ഞാൻ ശൈത്യ പോകാൻ വേണ്ടി ചിയർ ചെയ്തോണ്ടിരിക്കും. നമ്മള് പ്രഡിക്ഷനകത്ത് ശൈത്യ ആയിരുന്നില്ല വന്നത്, പിന്നെ ബാക്കി പ്രഡിക്ട് ചെയ്തവരൊക്കെ ഇമ്മ്യൂണിറ്റി കൊടുത്ത് ഓൾറെഡി രക്ഷപ്പെടുത്തി നിർത്തിയേക്കുവാണല്ലോ. പക്ഷെ അതിലുള്ള സാധനം എന്ന് വെച്ചാല്, പിന്നെ ഒരു മേജർ ഡിസ്കഷനും ഉള്ളതെന്ന് വെച്ചാല്, പുള്ളിക്കാരെ പുറത്തോട്ട് കൊണ്ടുപോകാൻ ഓട്ടോ ഉപയോഗിച്ചു എന്നുള്ള ഒരു പരിപാടി പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അത് ഷോ ഡയറക്ടർ അല്ലെങ്കിൽ എന്താ പറയുക ടീം അതിൽ കുറച്ച് ഡ്രാമ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ആൾക്കാർ കളിയാക്കുമായിരുന്നു. പുള്ളിക്കാരുടെ ഫാമിലിയിൽ ഇവളുടെ അച്ഛൻ ഓട്ടോറിക്ഷയാണ്, അപ്പോൾ അവര് മാറ്റി നിർത്തുമായിരുന്നു. അങ്ങനെയുള്ള ട്രോമ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഓട്ടോ പുള്ളിക്കാരി ഇറക്കിയിട്ട് വീണ്ടും ട്രോമ കൂട്ടിയോ? അല്ല, അപ്പൊ അതൊരു ഡ്രാമ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുവന്നു. അതുപോലെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തത്, അതായത് അഭിലാഷ് അതിനകത്ത് വന്നു എന്നിട്ട് സൈക്കിൾ ചവിട്ടുന്ന ടാസ്ക്, അത് ക്ലിയർലി ഡിസഡ്വാൻറ്റേജ് ആണ് പുള്ളിക്ക്. അപ്പൊ അങ്ങനെ ഇവര് ഡ്രാമ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് അനധികമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം. വന്ന ഓട്ടോയിൽ അവളെ കയറ്റി. അത് പക്ഷെ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാലോ. അതായത് ഈ പുള്ളിക്കാരി ഇറങ്ങാൻ പോകുന്ന നേരത്തെ അറിയാലോ. വീണ്ടും ഓട്ടോ വരും. അപ്പൊ ഇത് വട്ടം പൊളി. ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതില് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വെക്കാൻ അടുത്ത എപ്പിസോഡിൽ അത് പൊളി. പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിനം പ്രതി നമ്മൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നു. എന്നാ ഞാനൊരു പ്രഡിക്ഷൻ നടത്താം. എനിക്ക് തോന്നുന്നു ബിൻസി അവര് വൈൽഡ് കാർഡ് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ നൈസ് ആയിരിക്കും അടുത്ത പൊളിയുള്ള പ്രഡിക്ഷൻ. അപ്പൊ നമ്മൾ ദീപക് മോഹന്റെ കൂടെ വിടില്ലേ? ദീപക്കും ബിൻസി ഒന്നിച്ച് കയറുന്നൊരു കിനാശേരിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതെ, ഇത് ആൾക്കാർ പറയുന്നത് നമ്മൾ ദീപക് ജിയെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യാനാണ് ഈ പരിപാടി തുടങ്ങിയത്. ശരിയാണ്, വളരെ ശരിയാണ്. ഞങ്ങൾക്ക് ദീപകിനോട് അത്രക്കൊക്കെ സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും. പിന്നെ അനീസിക്ക പോയപ്പോ ഞെട്ടിയത് നമ്മള് മാത്രല്ലെന്നേ, അപ്പാനി ശരത്ത് ഞെട്ടി. അപ്പൊ ജനങ്ങൾ മൊത്തം ഞെട്ടി. അവര് തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയിരുന്നു എന്നുള്ളത് അത് ഒരു എപ്പിസോഡിൽ പറഞ്ഞല്ലേ, ചാച്ചനെ പോലെയാണെന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്റെ മനസ്സിൽ അവര് തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതായിട്ടൊന്നുമില്ല. ബിൻസി ഇറങ്ങുന്ന സമയത്ത് ചാച്ചൻ കരയരുത് എന്ന് പറഞ്ഞത് അത് കേട്ടു. പക്ഷെ അതിന് മുന്നേ അവർ ചാച്ചനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവര് വട്ടം കൂട്ടിരുന്നിട്ട് ഇതൊരു ലവ് ട്രാക്ക് ആക്കാൻ ശ്രമിച്ചു. അപ്പാനി ശരത്തിനും ബിൻസിയോട് ഒരു കാര്യമുണ്ട്, അവൻ ബിൻസിയെ വിളിക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എപ്പിസോഡിൽ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് പക്ഷെ പുള്ളിക്കാരി അതിന് പറയുന്നത് പുള്ളിക്കാരുടെ അപ്പം വിളിക്കുന്നത് എന്റെ അങ്ങനെ വിളിക്കുന്നത് ആരാന്നറിയോ? ആരാ? എന്റെ ചാച്ചനാ. ഓ പാവ ശരത്ത്. എന്തായാലും ശരത്ത് നിലവിളിയായിരുന്നു. ശരത്ത് നിലവിളിയോട് നിലവിളിയായിരുന്നു. അതായിരുന്നു എല്ലാവരും ഞെട്ടിയ വേറൊരു സംഭവം. ബിൻസി ഞെട്ടിയതിനേക്കാൾ ഞെട്ടിയത് ഇവര് കരഞ്ഞപ്പോ ഇത് മറ്റൊരു കാര്യം. ഏതൊരു ഇത് കഴിഞ്ഞാലും മറ്റേ എന്റെ പേരെന്താ ആര്യനാണ്. ഇടയ്ക്കിടയ്ക്ക് ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് നമ്മൾ അനുമതി കൊടുക്കാൻ പാടില്ല. നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല? എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ആര്യന് വേണമെങ്കിൽ നൂറെ ട്യൂൺ ചെയ്തൂടെ? ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് ആര്യൻ നൂറെ ട്യൂൺ ചെയ്യുന്നു, നൂറ തിരിച്ചതിൽ നൂറ ബൈസെക്ഷൽ ആണെന്ന്. അങ്ങനെ അതിലെ നൂറയും ബിഗ് ബോസിന് അടിച്ചു പിരിയുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങൾ മാത്രമേ. അനുമോളും അതിലും സെറ്റ് ആയിക്കോട്ടെ അല്ലേ? സന്തോഷക്കണ്ണീരോട് ഇറങ്ങട്ടെ. അനുമോളുടെ സംശയം തീർത്തു കൊടുക്കട്ടെ. ഇതെങ്ങനെ വർക്കാവുന്നു എന്നുള്ള സാധനമാണ്. പിന്നെ ചരിത്രമാറ്റങ്ങളായിരിക്കും. വേറെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ പക്ഷെ അത്ര സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നില്ല എന്നുള്ളൊരു സാധനം. എനിക്കൊന്ന് ഇന്റർവെല്ലിൽ ഫ്ലിപ്പ് ചെയ്യാനിരിക്കും. സത്യം പറഞ്ഞാൽ മാസ് വരുന്ന ഇന്റർവെൽ ഹോസ്റ്റ് ആയിട്ട്
സുരേഷ് ഗോപി. ഓ തെറിയുടെ ബഹളമായിരിക്കും. അത് പൊളിയായിരിക്കും, ഓനിയില്ലേ? പുള്ളി ഫയർ ആയിരിക്കും അല്ലേ. ഓനിയിൽ ഇങ്ങോട്ട് മാറി നിൽക്കും. അക്ബർ ഓനിയെ വിളിച്ചത് തെറി പറയാന്ന് പറഞ്ഞിട്ടില്ലടാ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സുരേഷ് ചേട്ടൻ വന്ന് ഇത് ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്യാൻ നോക്കണല്ലേ. അത് മാത്രമല്ല ഇത് ഹോസ്റ്റായിട്ട് എല്ലാവരും സൂപ്പർ സ്റ്റാർസിനെ വിചാരിക്കുമ്പോൾ തമിഴിൽ വിജയ് സേതുപതിയാണ് പിന്നെ വന്നത് കമൽഹാസന് ശേഷം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ചേഞ്ച് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്, ഇയാൾ വന്നാൽ ഇത് അടിപൊളിയായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. പുതുതലമുറ ആരുണ്ട്? നിങ്ങളുടെ സജഷൻ എന്താ? നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളത് ശരിയാക്കി കൊടുക്കുന്നു. പിന്നല്ലാതെ പിന്നെ അതല്ലേ നമ്മൾ നേരത്തെ സ്ട്രാറ്റജി പറഞ്ഞപ്പോ ഇവര് ഫ്ലിപ്പ് ചെയ്തില്ലേ, അവര് ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച നെക്സ്റ്റ് വീക്ക് എവിക്ഷൻ പ്രഡിക്ഷൻ നടത്തിയത് അടുത്ത ആഴ്ച ആര് പുറത്താവും? ശൈത്യ. ശരിക്കും തോന്നുന്നു അടുത്ത ആഴ്ച നല്ല രീതിയിൽ കണ്ടന്റ് വരും. ശൈത്യം ഒന്ന് ഇറങ്ങി കളിക്കുന്നു തോന്നുന്നു, കാരണം പുള്ളിക്കാരി ലാസ്റ്റാണല്ലോ പുള്ളിക്കാരി ഇരുത്തിയത്. അല്ലെ ഇത് പുള്ളിക്കാരി ഒന്ന് ആക്റ്റീവായിട്ട് പിടിക്കണ്ടാവും. എല്ലാ ആഴ്ച ഇങ്ങനെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത കളികളും ഗെയിംസും ഒക്കെ ആൾക്കാർ അടുത്ത ആഴ്ച ആര് പുറത്താവും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രഡിക്ഷൻ നടത്തിയില്ലല്ലോ നമുക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് ശൈത്യ എന്ന് പറഞ്ഞു, പക്ഷെ ശൈത്യ പുറത്തായാലും കലാഭവൻ സരിക കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടോ ഈ ആഴ്ച? അവർക്ക് ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ല ഇപ്പം, സാധ്യതയുണ്ട്. അതായത് 2 സരികമാര്, ശാരിക 2 രേണുസുതി, ശൈത്യ. തമിഴ് സംവിധായകൻ പുറത്താവും. ആര് തമിഴ് സംവിധായകൻ? കാർത്തിക് സുബ്രാജ് പുറത്താവും. സരിക കെബിക്ക് കാർത്തിക് സുബ്രാജിന്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ 2 ആഴ്ചയും നമുക്ക് താഴ്ന്ന റാങ്കിങ്ങോ അല്ലെങ്കിൽ വോട്ടിങ്ങോ കിട്ടാൻ സാധ്യതയുള്ളവരും തോന്നിയ 2 പേര്, 2 സരികമാര്, ഒനിയില്, രേണുസുതി, ശൈത്യ, ഇവരൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ഞെട്ടിച്ചോണ്ട് ചിലപ്പോൾ ഇതില്ലാത്ത ഒരാളായിരിക്കും പുറത്താവുന്നത്. ഈ ആഴ്ച നോക്കല്ലേ? ഈ ആഴ്ച രേണുസുതി. ഞാൻ രേണുസുതി പ്രഡിക്ഷൻ പറയുന്നു. നീ എന്താ പറയുന്നു? ഇനി അടുത്ത എപ്പിസോഡ് എന്താ ചെയ്യുന്നത്? അടുത്ത ആഴ്ച ചെയ്യാം. അടുത്ത ആഴ്ച അപ്പൊ ആരെങ്കിലൊക്കെ പുറത്താവട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. നിങ്ങൾ നിരന്തരം വോട്ട് ചെയ്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അനീസിനെ ഞങ്ങൾ പുറത്താക്കും. അടുത്ത എപ്പിസോഡ് എപ്പോ വേണമെന്നുള്ള കൂടെ പറഞ്ഞോളൂ. അതെ, നമ്മൾ ഏത് മോഡൽ ചെയ്യണം അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അപരാധം ചെയ്യണമെന്ന് എനിക്കിപ്പോ പറഞ്ഞിട്ട് പഠിത്ത് അല്ലേ റോസ്റ്റിംഗ്. നമുക്ക് വേറൊരു ഫോർമാറ്റ് പിടിച്ചു. അതേപോലെ അതിനകത്ത് ഈ ഭയങ്കരമായിട്ട് കാര്യപ്പെട്ട എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാനേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ കണ്ടിട്ട് വന്നിട്ട് വിളിപ്പിക്കലും ഒരു സുഖമില്ല. എനിക്കന്ന് സ്പോട്ടിൽ കണ്ടിരുന്ന അടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പൊ വരുന്നുണ്ട് വെറുതെ ഫോണങ്ങ് ഓണാക്കി വെച്ചിട്ട് ചുമ്മാ കലവില പറഞ്ഞിട്ട് ആ സൈഡിൽ ബിഗ് ബോസ് പ്ലേ ചെയ്തിട്ട് ആൾക്കാർ ലൈവ് റിയാക്ഷൻ പരിപാടി ചെയ്യല്ലോ. ടി വി അവിടെ എന്നിട്ട് ഇരുന്ന് നമ്മുടെ റിയാക്ഷൻ ആ സാധനം അല്ലെ പിന്നെ ലൈവ് പോവാ. ഓക്കെ, അപ്പോ ലൊക്കേഷൻ ഇത്രക്കൊക്കെ പോരെ മതി. എന്തായാലും വളരെ ചടച്ചൊരു എപ്പിസോഡ്. അതെ, അത് ബിഗ് ബോസിന്റെ എപ്പിസോഡ് പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഞങ്ങളുടെ എപ്പിസോഡ്. ബിഗ് ബോസ് എത്ര സ്ട്രോങ് ആകുന്നു അതനുസരിച്ച് നമ്മൾ സ്ട്രോങ് ആവും. അതാ ഈ 2 വീക്സ് നിരാശപ്പെടുത്തി. വളരെ ഞാൻ ഉദ്ദേശിച്ചുള്ള ഫൈറ്റുകൾ നടക്കുന്നില്ല. അടുത്ത ആഴ്ച എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം. നടക്കട്ടെ. കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള അടുത്ത ആഴ്ച വരാൻ പോണെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആ സാധനം ബിഗ് ബോസ് ചരിത്രത്തിൽ കാണാത്ത പുതിയ ഗെയിംസും പുതിയ ചലഞ്ചുകളും വരുമോ നോക്കാം. മതി, ഇത് ലാഗടിച്ച് ശരി.